കഷ്ടം ഇനി എനിക്ക് സംഭവിക്കാനില്ലല്ലോ. ഇപ്പൊ എനിക്ക് ആ സിദ്ധുവിനെ കുറിച്ച് ഓർക്കുമ്പോഴാണ് സങ്കടം. ആ ചന്ദ്ര സിദ്ധുവിനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയ കല്യാണം കഴിച്ചതെന്നറിഞ്ഞപ്പോ വിഷമം തോന്നുന്നു. ഈ ഒരു ജീവിതകാലം മുഴുവൻ സിദ്ധു സഹിക്കണ്ടേ ആ ചന്ദ്രേ? മോള് കരുതുന്നുണ്ടോ സിദ്ധുവിന് ആ സത്യം അറിയായിരുന്നു എന്ന്? അത് ഞാനും അങ്ങനെ വിചാരിച്ചേ. പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോ ചിലപ്പോ അച്ഛന് തെറ്റുന്നതായിരിക്കും. മോള് നേരത്തെ പറഞ്ഞില്ലേ സ്വാർത്ഥത, അത് ചിലപ്പോൾ സിദ്ധുവിനുണ്ടാകുമായിരിക്കും. ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കരുതെന്ന് അറിയാൻ മേലാത്ത അവസ്ഥയായിപ്പോയി നമുക്ക്. ആ സ്വാമി എന്ന് പറഞ്ഞ ആളല്ലേ സിദ്ധുവിനെല്ലാം അറിയാന്ന് വിളിച്ചു പറഞ്ഞത്? സ്വാമി നിരഞ്ജൻ ഡോക്ടറെ വീട്ടിലെ ഒരു അംഗം പോലെയല്ലേ? അവിടെ നടക്കുന്ന സംസാരങ്ങള് സ്വാമിക്ക് അറിയാൻ പറ്റുമല്ലോ. അതുകൊണ്ടാ കല്യാണ പന്തലിൽ വെച്ച് അയാൾ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചത്. ചിലപ്പോ മനഃപൂർവ്വം സ്വാമി അങ്ങനെ പറഞ്ഞതായിരിക്കും. എല്ലാം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതായിരിക്കും. നമ്മളൊക്കെ സാധാരണ മനുഷ്യരല്ലേ അച്ഛൻ? ചില നേരത്ത് നമുക്ക് അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ടല്ലോ. അങ്ങനെ പറ്റിയൊരു അബദ്ധമായിരിക്കണേ സിദ്ധുവിന്റെ കാര്യത്തിൽ സംഭവിച്ചതും എന്നാ ഇപ്പൊ എന്റെ പ്രാർത്ഥന. എന്തോ സിദ്ധുവിനെ കുറ്റക്കാരനായി കാണാൻ എനിക്ക് പറ്റുന്നില്ല. അവനെന്തോ പറയാനുണ്ടായിരുന്നു, അതിനാ പാവം വന്നത്. അതിനുള്ള അവസരം നമുക്ക് കൊടുക്കായിരുന്നു. എടുത്തടിച്ച പോലെയൊന്നും അവനോട് പറയണ്ടായിരുന്നു, അവനെ നിഷേധിക്കണ്ടായിരുന്നു. കഴിഞ്ഞത് കഴിഞ്ഞു. നഷ്ടപ്പെട്ടതൊന്നും ഇനി തിരിച്ചു കിട്ടത്തില്ലല്ലോ. ഇനിയെങ്കിലും മാന്യമായിട്ട് പെരുമാറാൻ നമുക്ക് പറ്റണം. അതിനി സിദ്ധു ഇങ്ങോട്ട് വരാനേ പോകുന്നില്ലല്ലോ. നമുക്ക്